നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് റിജോഷ് മാറോക്കി. ഇത് ഞങ്ങളിവിടെ ഒരു ഹൈടെക് ഫാംസ് എന്നൊരു സംഗതി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇത് അമല ചീറ്റിലപ്പള്ളി അടുത്ത് മുള്ളൂർ റോഡാണ്. മുള്ളൂർ റോഡിൽ ഫസ്റ്റ് ലെഫ്റ്റ് വരുമ്പോൾ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ KTG ഓർഗാനിക്സ് എന്ന പേരിലാണ് നമ്മളിത് ആരംഭിച്ചിട്ടുള്ളത്. നമ്മളൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, കൃഷിത്തോട്ടം ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. ആ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഓർഗാനിക് വെജിറ്റബിൾസ് നമ്മുടെ നാട്ടിൽ തന്നെ, അതും എക്സോട്ടിക് ആയിട്ടുള്ള വെജിറ്റബിൾസ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് KTG ഓർഗാനിക്സ് എന്ന പേരിൽ നമ്മൾ വെജിറ്റബിൾ കൾട്ടിവേഷൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഹൈഡ്രോപോണിക് സിസ്റ്റമാണ്. ഹൈഡ്രോപോണിക് സിസ്റ്റത്തിൽ വളരെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷി എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ താഴെ ഒരു 100 ലിറ്ററിൻ്റെ റിസർവോയർ ഉണ്ട് ഹൈഡ്രോപോണിക്സിന്. അതാണ് ഇതിലേക്കുള്ള മെയിൻ വാട്ടർ സപ്ലൈ പ്ലസ് ന്യൂട്രിയൻ സപ്ലൈ. അപ്പോൾ ന്യൂട്രിയൻസ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് സോൾട്ടുകളാണ് ഉപയോഗിക്കുന്നത്. ആ സോൾട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ന്യൂട്രിയൻ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. ആ സോൾട്ടുകൾ പലതും പുറത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ ഈ ന്യൂട്രിയൻസ് വെച്ചിട്ട് നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത് ലീഫി ഐറ്റംസ് മാത്രമാണ്. ഈ A ടൈപ്പ് NFT എന്നാണ് ഇതിനെ പറയാം, ന്യൂട്രിയൻ്റ് ഫിലിം ടെക്നിക്ക്. അപ്പോൾ A ടൈപ്പ് NFTയിൽ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ലീഫി ഐറ്റംസ് മാത്രമാണ്. ഇപ്പോൾ ഇത് ചൈനീസ് കാബേജ്, സ്വിസ് ചാർഡ് റെഡ്, പിന്നെ സെലറി, പിന്നെ മല്ലി, പാക്ചോയി, അങ്ങനെയുള്ള ലീഫി ഐറ്റംസ് മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എക്സോട്ടിക് ആയിട്ടുള്ള ലീഫി ഐറ്റംസ്. ഇതിപ്പോൾ A ടൈപ്പിൽ ഇത് 190 തൈകളാണ് നമ്മൾ ഏകദേശം ഇത്രയും ചെറിയൊരു സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇത് 21 ദിവസം തൊട്ടിട്ട് 28 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്കിത് വിളവെടുക്കാമെന്നുള്ള അതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിന് കാര്യമായിട്ടുള്ള എക്സ്പെൻസുകളില്ല. മെയിനായിട്ടുള്ളൊരു എക്സ്പെൻസ് എന്ന് പറയുന്നത് 24 മണിക്കൂർ ഓടിക്കൊണ്ടിരിക്കുന്ന 55 വാട്ടിൻ്റെ ചെറിയൊരു പമ്പാണ്. അതാണ് എപ്പോഴും ഇതിന് വരുന്നൊരു എക്സ്പെൻസ്. അത് നമുക്ക് അത്രയും വലിയൊരു പവറുള്ളൊരു പമ്പല്ല, വളരെ ചെറുതാണ്. പിന്നെ അതുപോലെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷെൽട്ടറാണ് ഇതിന് പ്രധാനം. ഇത് നമുക്ക് ഓപ്പൺ സ്പേസിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഷെൽട്ടർ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മഴമറയുടെ ഉള്ളിൽ ഡ്രിപ്പ് ബ്ലോക്ക് കൂൾ എന്ന് പറയുന്ന UV ഷീറ്റ് ഉപയോഗിച്ചുള്ള മഴമറയുടെ അടിയിൽ അലുമിനറ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് നെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഷെൽട്ടർ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ ചേട്ടാ, ഇപ്പോൾ 2-3 കാര്യം ചോദിക്കാം. ഈ ഹൈഡ്രോപോണിക്സിൻ്റെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഹൈഡ്രോപോണിക്സ് വഴി നമുക്ക് ചെടികൾ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് സെയിലും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം? ഇത് നമ്മുടെ തന്നെ ഒരു ബ്രാൻഡാക്കി KTG ഓർഗാനിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പ് വഴി ആളുകൾ നമുക്ക് റിക്വയർമെൻറ്റ് ധാരാളം ഉണ്ട് വെജിറ്റബിൾസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ തന്നെ ബ്രാൻഡിൽ KTG ഓർഗാനിക്സ് എന്ന രീതിയിൽ വിളവെടുത്തിട്ട് പരമാവധി 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് വഴി തന്നെയാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഗതി എന്ന് വെച്ചാൽ നമുക്ക് ഇതുവഴി നമുക്ക് വളരെ ജൈവ പച്ചക്കറി അല്ലെങ്കിൽ ഓർഗാനിക് വെജിറ്റബിൾസ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓർഗാനിക് എന്ന് പറയുന്ന കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ മണ്ണ് സംരക്ഷണമാണ് ഓർഗാനിക് എന്നതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ മണ്ണില്ല. അപ്പോൾ ഇത് ഓർഗാനിക് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് വരുന്നില്ല. കാരണം ഓർഗാനിക് എന്ന് പറഞ്ഞാൽ മണ്ണ് സംരക്ഷണം എന്നാണ് പ്രധാനമായിട്ട് അതിൻ്റെ ഉദ്ദേശം. അതായത് മണ്ണിനെ ദോഷം വരുത്താത്ത രീതിയിൽ. അപ്പോൾ മണ്ണില്ലാത്ത രീതിയിൽ ചെയ്യുന്ന കൃഷി ഓർഗാനിക്കല്ല. അത് അക്വാപോണിക്സ് ആയാലും ഹൈഡ്രോപോണിക്സ് ആയാലും എയറോപോണിക്സ് ആയാലും ഇതൊന്നും ഓർഗാനിക് എന്ന് പറയുന്നില്ല. ഇവിടെ നമ്മളിപ്പോൾ ഹൈഡ്രോപോണിക്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇതിന് ശേഷം നമ്മളിപ്പോൾ വേറെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഈ പച്ചക്കറികൾ അല്ലെങ്കിൽ പലതരം പച്ചക്കറികൾ ഇപ്പോൾ ഇങ്ങനെ ഗ്രോ ബാഗ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റുന്ന ഡീറ്റെയിൽ ചെയ്യാൻ പറ്റും? ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന എക്സോട്ടിക് വെജിറ്റബിൾസ് ആണ്. എക്സോട്ടിക് എന്ന് പറഞ്ഞാൽ കുറച്ച് വില കൂടിയ വെജിറ്റബിൾസ് എന്നാണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ഇംഗ്ലീഷ് വെജിറ്റബിൾസ് ആയ കെയിൽ, പിന്നെ കളർ ക്യാപ്സിക്കങ്ങൾ, പിന്നെ ഫ്രഞ്ച് ബീൻസ്, ചൈനീസ് കാബേജ്, ബ്രോക്കോളി, പിന്നെ പ്ലം പൊട്ടാറ്റോസ്, പ്ലം ടൊമാറ്റോ, പിന്നെ ബേബിക്കോൺ, അങ്ങനെയുള്ള ഐറ്റംസാണ് ഇവിടെ പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഗ്രോ ബാഗിലാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ അടിയിൽ വിരിച്ചിരിക്കുന്ന ഷീറ്റ് ഇതുപോലെ തന്നെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന വൈറ്റ് ഷീറ്റാണ്. മണ്ണ് പോട്ടിംഗ് മിക്സറും പ്ലസ് ധാരാളം ബ്രാഞ്ചസ് വരാൻ വേണ്ടി അമിനോ ആസിഡ്സിൻ്റെ ബോൾസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഗ്രോ ബാഗിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഇപ്പോൾ ഈ ഗ്രോ ബാഗ്സ് നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടല്ലോ, ഇതിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? സ്റ്റാർട്ടിംഗ് ഒക്കെ ഗ്രോ ബാഗ് ഇത് ഫിൽഡ് ബാഗ് നമ്മൾ കൊടുക്കുന്നത് 100 രൂപയ്ക്കാണ്. പോട്ടിംഗ് മിക്സ് ഉൾപ്പെടെയുള്ള ഫിൽഡ് ബാഗ് കൊടുക്കുന്നത് 100 രൂപയ്ക്കാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഹാർഡനിങ് തൈകളും കൊടുക്കുന്നുണ്ട്. അത് എത്ര റേറ്റ് വരുന്നത്? അത് ഒരു ട്രേ 98 തൈകളുടെ ഒരു ട്രേ ആണെങ്കിൽ ₹1.80 മുതൽ മുകളിലേക്കാണ് റേറ്റ് വരുന്നത്. പല ഇനങ്ങൾ ലൂസാണെങ്കിൽ 2.50 വരുന്നത് ഒരു തൈ. അതെ. ഓക്കെ. ഇപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ഇതിനിപ്പോൾ ഒരു കസ്റ്റമർ മേടിച്ചു കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എന്തെങ്കിലും വേറെ എക്സ്ട്രാ ഇതിന് കെയർ വല്ലതും കൊടുക്കേണ്ട ആവശ്യമാണ്? നിങ്ങളിപ്പോൾ നല്ല പ്രൊഡക്റ്റിൽ ഇത് ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ വെച്ച് കഴിഞ്ഞാലും ഓരോ ആഴ്ചയിലും നമ്മളിതിൽ വളങ്ങൾ ചെയ്യണം. ഇത് ഓർഗാനിക്കായിട്ടാണ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പരമ്പരാഗത വളങ്ങൾ, ചാണകപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പ്ലസ്
പുതിയ ടൈപ്പ് നമ്മൾ ഗ്രീൻ പ്ലാനറ്റിൻ്റെ അമിനോ ആസിഡ്സ് പിന്നെ പൊട്ടാഷ് ഓർഗാനിക് പൊട്ടാഷ് അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്.